കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം നിലച്ചു. വിതരണക്കാർക്ക് കുടിശ്ശിക തീർത്ത് നൽകാത്തതിനെ തുടർന്നാണ് മരുന്ന് വിതരണം നിലച്ചത്. 9 മാസത്തെ 90 കോടിയോളം രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. സർജിക്കൽ ഉപകരണങ്ങളുടെ വിതരണവും ഇതോടെ നിലച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഗുരുതരമായൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ രോഗികൾക്ക്, പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് ഏറെ ദുരന്തം തന്നെയാണ് ഈ ഒരു സാഹചര്യം എന്നുള്ളത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? 3000-ലധികം രോഗികൾ ദിവസേന 3000-ലധികം രോഗികൾ ചികിത്സക്കെത്തുന്ന മെഡിക്കൽ കോളേജിനോടാണ് അധികൃതരുടെ ഈ അനീതി. 90 കോടിയോളം രൂപയാണ് ഈ ആശുപത്രിയിൽ മരുന്ന് വിതരണം ചെയ്ത മരുന്ന് വിതരണക്കാർക്ക് ആശുപത്രി നൽകാനുള്ളത്. ഈ തുക ഇതുവരെ നൽകിയിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ തുക നൽകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മരുന്ന് വിതരണം നിർത്തിക്കൊണ്ട് ഈ വിതരണക്കാർ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ തുക എന്ന് നൽകുന്നു അന്ന് മാത്രമായിരിക്കും തങ്ങൾ ഈ ആശുപത്രിക്ക് മരുന്ന് വിതരണം ചെയ്യുക എന്നുകൂടി അവർ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിനു മുൻപും ഇത്തരത്തിൽ ആശുപത്രിയിൽ നിന്ന് വലിയൊരു തുക ഈ മരുന്ന് വിതരണക്കാർക്ക് നൽകാനുണ്ടായിരുന്നു. ആ സമയത്തും ഇവർ ഇത്തരത്തിൽ തന്നെ സമരത്തിലേക്കൊക്കെ പോയിരുന്നു. അന്ന് ഈ തുകയുടെ 30% മാത്രം നൽകിക്കൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ ആശുപത്രി അധികൃതർ ഇവരോട് ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ മരുന്ന് വിതരണക്കാരൊക്കെ തന്നെ പിന്മാറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 90 കോടിയോളം രൂപ കൊടുക്കാനുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കളക്ടറോടും ആശുപത്രി അധികൃതരോടും മെഡിക്കൽ സൂപ്രണ്ടിനോടൊക്കെ തന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിൽ പോലും അവിടെ നിന്നും യാതൊരു മറുപടിയും ഈ മരുന്ന് വിതരണക്കാർക്ക് നൽകിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഈ മാസം ആദ്യം തന്നെ ജനുവരി 10 തങ്ങൾ മരുന്ന് വിതരണം നിർത്തുമെന്നൊരു മുന്നറിയിപ്പ് ആശുപത്രി അധികൃതർക്ക് ഈ മരുന്ന് വിതരണക്കാർ നൽകിയിരുന്നു. പക്ഷെ ആ മുന്നറിയിപ്പൊക്കെ തന്നെ ആശുപത്രി അധികൃതർ അവഗണിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഒരു വീഴ്ചയ്ക്ക് ഏറ്റവും അധികം ബാധിക്കുക ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരായ രോഗികളാണ്. നമുക്ക് നേരത്തെ അറിയാം, 3000-ലധികം രോഗികളാണ് ദിവസേന ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. ഇത്തരത്തിൽ ചികിത്സയ്ക്ക് എത്തുന്ന ആശുപത്രിയിലെ രോഗികൾക്ക് ഈ മരുന്ന് വിതരണം നിലയ്ക്കുന്നതോടെ അവർക്ക് ആവശ്യമായ മരുന്നുകൾ ലഭിക്കാതെ വരും. അത് അവരെ ഏറ്റവും അധികം വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ തള്ളിവിടും. എന്തായാലും ഇത്തരത്തിൽ ആശുപത്രി അധികൃതരുമായി വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഈ മരുന്ന് വിതരണ കമ്പനിക്കാർ പറയുന്നത്. പക്ഷേ അത് തങ്ങൾക്ക് ലഭിക്കാനുള്ള തുക അത് മുഴുവൻ തന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് ചർച്ചകളിലേക്കൊക്കെ തന്നെ തങ്ങൾ തയ്യാറാകൂ എന്നുകൂടി ഈ മരുന്ന് വിതരണക്കാർ ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്.